ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് കൊള്ളിയിറച്ചി എന്നും പറയും. ഞാനിത് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ അതിനായിട്ട് കപ്പ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഇവിടെ ഞാൻ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ആദ്യം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മസാലയൊക്കെ ഇതിൽ ശരിക്കും പിടിച്ച് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, എന്നിട്ട് ഇത് വേവിച്ചിട്ട് ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ടാണ് ഇതുപോലെ കീറിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ പച്ചമുളക് കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ മസാലയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്നതൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ളത്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്കാണത്. അത് കുറച്ച് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് നന്നായി ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കപ്പയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കപ്പയും അതുപോലെ ഈ ചിക്കൻ്റെ ഗ്രേവിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ എല്ലാവരും ഇത് ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്